ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ആസിഡിൽ നിന്നൊക്കെ രക്ഷിച്ച് നമ്മുടെ വർഷേനെ രേവതി എന്താ പറയുക, വലിയൊരു ഫേമസ് രേവതിയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുളുമ്പുകയാണ് നമ്മുടെ രേവതി. നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ രേവതി. അപ്പൊ ഏതായാലും നമ്മുടെ രേവതി ഫേമസ് ആയതോടുകൂടി തന്നെ സച്ചിയും ചെറിയ തോതിൽ ഫേമസ് ആയി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയ കുത്തൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വർഷയും രേവതിയും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ കളി നടക്കില്ല. ഇനിയിപ്പോ വർഷയുടെ വീട്ടുകാർ കൊണ്ടുപോയാലോ, അയ്യോ, പിന്നെ കോടീശ്വരി ആവാൻ പറ്റുമോ? അതുമില്ല. എങ്കിൽ പിന്നെ നമ്മുടെ ഭാമ പറഞ്ഞതുപോലെ തന്നെ നേരെ വർഷേനെ ചെന്ന് കാണുക, ചാക്കിലാക്കുക, സോപ്പിട്ട് പതപ്പിക്കുക, നേരെ ചന്ദ്രോദയത്തേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ലക്ഷ്യം. അപ്പം അതാണ് ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. വർഷയ്ക്ക് ഒട്ടും വയ്യ, വർഷ പോയി കിടന്നു. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. അപ്പോഴത്തേക്കല്ലേ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി വരുന്നത്. വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. അപ്പൊ വാതിൽ ചെന്ന് തുറന്നു. പേടിച്ചിട്ടാട്ടോ വാതിൽ പോയി തുറക്കുന്നത്. സത്യമായിട്ട് ശ്രീകാന്തിനും ഒരു ചെറിയ പേടിയുണ്ട്. നമ്മുടെ രേവതിയുടെ അത്രവും പോലും ധൈര്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പേടിച്ചു വാതിലൊക്കെ തുറന്നപ്പോഴത്തേക്കാണ് ദേ ചന്ദ്ര നിൽക്കുന്നു. ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ശ്രീകാന്ത്. അമ്മ ഇവിടെ, അമ്മേനെ ഞാൻ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടി നമ്മുടെ ശ്രീകാന്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് കേട്ടോ ചന്ദ്ര. മോനെ, എങ്കിലും നീ ഇല്ലാത്ത ഞങ്ങളുടെ വീട് അതൊന്ന് ചിന്തിക്കാൻ കൂടി വയ്യ മോനെ. നീ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്തത്? അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല മോനെ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവിടെ ഒട്ടും സുരക്ഷിതത്വമല്ല, ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങള്. അതുകൊണ്ടാ ഈ അമ്മ വന്നത്. അമ്മ വേണ്ടുവോളോ അവിടെ കിടന്ന് നിരാഹാരം വരെ കിടന്നു. എന്നിട്ട് പോലും നിന്നെ കൊണ്ടുവരാൻ കൂട്ടാക്കുന്നില്ല. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. മോനൊരു കാര്യം ചെയ്യണം. മോൻ എങ്ങനെയെങ്കിലും അവിടെ വരണം. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് വീടിനകത്ത് എങ്ങനെയെങ്കിലും കയറാം. പിന്നെ സച്ചിയുടെ കാര്യമല്ലേ, സച്ചി ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അവന്റെ കാര്യം അറിയാലോ. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നില്ല. പിന്നെ ആ ഉരുമ്പെട്ടവളുണ്ട്, ആ രേവതി, അവളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വരുത്തി വെച്ചത് അവള് തന്നെയല്ലേ. എന്നിട്ട് അവൾ ഒന്നും അറിയത്തില്ലാത്ത പോലെ, പതിവ്രതയെ പോലെ അവള് വീട്ടിനകത്ത് കയറി. അവക്ക് വീടിനകത്ത് കയറെങ്കിൽ പിന്നെ മോൻ എന്തുകൊണ്ട് കയറിക്കൂടാ? അതൊരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് മോൻ വന്നേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ, വെറുതെ രേവതിയടത്തിനെ കുറ്റം പറയാതെ. രേവതിയടത്തിനെ സത്യത്തിൽ ഞങ്ങൾ തന്നെയാ ട്രാപ്പിലാക്കിയത്. ഞാന് ഒരിക്കലും വിവാഹത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ രേവതിയടത്തിനെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത് എന്താണെന്നും എന്തിനാണെന്നും ഒന്നും അറിയാതെ ആ പാവം വന്നത്. വീണ്ടും ആ പാവത്തിന് ഇങ്ങനെ കുറ്റം പറയാതെ അമ്മേ. എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്? ഏടത്തി കാരണമാണ് ഇപ്പം വർഷം രക്ഷപ്പെട്ടത്. അത് ഞാൻ മറന്നുപോയി. എന്റെ മരുമോൾ വിളിച്ച് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചെന്ന് വർഷേനെ വിളിക്കാറുണ്ട്. അപ്പൊ വർഷേനെ വിളിച്ചപ്പോഴത്തേക്കും, എന്റെ പൊന്നു ശ്രീകാന്തെ, ഒന്ന് നീ മിണ്ടാതിരിക്കും, ഞാനൊന്ന് കിടന്നുറങ്ങല്ലേ. നീ എന്തിനാ എന്നെ വന്ന് എപ്പോഴും ശല്യപ്പെടുത്തുന്നത്? മനുഷ്യന് സമാധാനവും തരത്തില്ലെന്ന് പറഞ്ഞോണ്ട് അങ്ങ് ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പതുക്കെ സംസാരിക്കുക. എന്തിനാ ഞാൻ പതുക്കെ സംസാരിക്കുന്നത്? എനിക്ക് പതുക്കെ സംസാരിക്കാനൊന്നും പറ്റില്ല. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. തലയ്ക്കകത്ത് എന്തോ കനവാന്നറിയാമോ? എനിക്കൊന്ന് കിടന്നുറങ്ങണം, എനിക്കൊന്ന് ഫ്രീ ആകണം, ഒന്ന് പോ ശ്രീകാന്തെ എന്ന് പറഞ്ഞപ്പം, അതെ, എന്റെ അമ്മ വന്നിട്ടുണ്ട്. ശ്രീകാന്തെ, നിന്റെ അമ്മ വന്നെന്നോ? എന്റെ അമ്മ വന്നിട്ട് നീ ഒന്ന് പതിയെ പറ. അതിനിപ്പോ എന്താ ഒച്ചയ്ക്ക് പറഞ്ഞെന്നോർത്ത്. അങ്ങനെയൊന്നും നീ പറയാതെ, ഏതായാലും നീ ആദ്യമായിട്ട് കാണുന്നല്ലേ, നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും നമ്മുടെ വർഷം എണീറ്റ് ഇങ്ങനെ പതുക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതിയല്ല, ഭാമ പറഞ്ഞു, വരുന്നുണ്ട്, ഇപ്പൊ നിന്റെ കാലേ തൊട്ട് തൊഴും, കണ്ടോ, ഇപ്പൊ കാലേ തൊട്ട് തൊഴും എന്നൊക്കെ പറഞ്ഞു. എവിടെന്ന്? നമ്മുടെ വർഷയല്ലേ കാലേ തൊട്ട് തൊഴുതുന്നത്. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കാലേ തൊട്ട് തൊഴാൻ പോലും മടിക്കുന്ന നമ്മുടെ വർഷ ചന്ദ്രമതിയുടെ കാലില് വന്ന് തൊട്ട് തൊഴും. എന്ത് ചെയ്യാനല്ലേ. ഏതായാലും ബഹുരസമാണ്. നമ്മുടെ ചന്ദ്രമതി കാലേ തൊട്ട് തൊഴുന്നൊക്കെ നോക്കി പുള്ളിക്കാരി ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു? അമ്മ എപ്പോഴാ വന്നത് എന്നിങ്ങനെ ചോദിച്ചിട്ട് അവിടെ അങ്ങ് ഇരുന്ന് കാലും കൂടെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട്, അതെ ശ്രീകാന്തെ, അമ്മ വന്നത് കണ്ടില്ലേ, അമ്മയ്ക്കൊരു ചായ എടുത്തേ എന്ന് ശ്രീകാന്തിനോട് ഓർഡർ ചെയ്യാണ്. നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ അയ്യോ ഇതെന്തപ്പാ, ഇത് ഏതപ്പാ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇരിക്കുകയാണ്. കാരണം ചന്ദ്രൻ പ്രതീക്ഷിച്ചത് മരുമകള് ചെല്ലുന്നു, കാലേ തൊട്ട് വന്ദിക്കുന്നു, കോഫിയൊക്കെ കൊണ്ട് തരുന്നു, സ്വീകരിക്കുന്നു. വലിയൊരു എന്താ പറയാ സ്വീകരണമൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ചെന്ന നമ്മുടെ ചന്ദ്രമതി ആകപ്പാടെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്തും ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇനിയിപ്പോ കോടീശ്വരി ആയതുകൊണ്ട് ചായയും വേണ്ട, കാലിലും തൊടണ്ട, ഒന്നും വേണ്ട.
ഇനിയിപ്പൊ അടിമപ്പണി ചെയ്താലും കുഴപ്പമില്ല, കോടീശ്വരിയാണല്ലോ. ആ മോളിങ്ങനെ നിൽക്കരുത്, മോള് വീട്ടിലേക്ക് വരണം, മോള് വീട്ടിലേക്ക് വരാനുള്ള പെണ്ണാ, മോളുടെ വീട് ഇതല്ല, മോളുടെ വീട് അവിടെയാ. നിനക്കറിയാമോ, ശ്രീകാന്തന്റെ ഇളയ മോന, അവന് ഞാൻ ഒരുപാട് സ്നേഹിച്ചു. പിന്നെ ഈ രേവതി എന്ന് പറയുന്ന ആ പെണ്ണില്ലേ, മോളെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആ പെണ്ണ്, അവൾ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ല എന്ന് പറഞ്ഞപ്പം, എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? രേവതി ചേച്ചി ഇല്ലായിരുന്നെങ്കിലേ ഞാനിപ്പം സത്യം പറഞ്ഞ ഈ ഒരു രൂപത്തിലല്ലായിരുന്നു ഇരിക്കേണ്ടത്. സത്യത്തിൽ രേവതി ചേച്ചി എനിക്കിപ്പം ദൈവമാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എടി ഭാമേ, ഇത് പോകുന്ന കേസാടി, പോകുന്ന പോക്ക് കണ്ടില്ലേടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭാമേനെ ഇങ്ങനെ ചന്ദ്രനെ നോക്കി. എന്നിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോ രേവതിയുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, മോളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളവരല്ല, നിങ്ങൾക്ക് അച്ഛനും അമ്മയും അതുപോലെ എല്ലാവരും ഉള്ളതാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരണം, വീട്ടിലേക്ക് വന്ന് അവിടെയാ നീ താമസിക്കേണ്ടത്, നിന്റെ വീട് ഇനി ആ വീടും കൂടിയാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷേനെ അങ്ങോട്ട് പൊക്കുകയും അതുപോലെ വർഷേനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളൊക്കെയാണ്. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മയും എത്തുന്നത്. വർഷയുടെ അമ്മയുടെ കാര്യം അറിയാലോ, മൂക്ക് ഇങ്ങനെ ആയി, മോടെ മുഖത്ത് ഇങ്ങനെ ആസിഡൊക്കെ ഒഴിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങ് പരിഭ്രാന്തി ആയി പോയി പുള്ളിക്കാരി ഓടി വന്നിട്ട് മോളേന്നും പറഞ്ഞു ഓടി കയറി വരൂ. വർഷ അമ്മേനെ കണ്ടതും വർഷയ്ക്ക് സത്യത്തില് സ്വന്തം അമ്മമാരോട് ഒരു സ്നേഹം കൂടുതൽ വരുമല്ലോ. എന്തമ്മയമ്മയാന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും നമുക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. സ്വന്തം മക്കൾക്ക് തരുന്ന ആ ഒരു സ്നേഹം ഒരിക്കലും അമ്മമാര് വേറെ ആർക്കും കൊടുക്കില്ല. അപ്പൊ ആ ഒരു അമ്മ മോൾ ബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. മോളെ നിനക്കൊന്നും പറ്റില്ലല്ലോ, മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ സേഫ് ആണല്ലോ അല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിൽ ഇംഗ്ലീഷിലൊക്കെയാണ് കേട്ടോ നമ്മുടെ വർഷം സംസാരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതിക്ക് കലി വന്നു കേട്ടോ. ഈ തള്ളയും കൂടെ കയറി വന്നപ്പോ എന്റെ ഈശ്വര, ഇനിയിപ്പൊ ഇവളെയും ഇവനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വന്നാണോ എന്ന് അറിയില്ലല്ലോ. അപ്പം നമ്മുടെ വർഷ ഇങ്ങനെ പരിചയപ്പെടുത്താണ്, ഇതാണ് ശ്രീകാന്തിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി. നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് പ്രിയമൊന്നുമില്ല, കുത്തി അങ്ങോട്ട് സംസാരിക്കാനും തുടങ്ങി കേട്ടോ. കാരണം ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാ, അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാനും തുടങ്ങി. നമ്മുടെ ചന്ദ്ര വിട്ടുകൊടുക്കുമോ, ചന്ദ്രയും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ വർഷയുടെ അമ്മ പറയുന്ന ഒരേ ഒരു കാര്യം, അതാണ് പോയിന്റ്. എന്തൊക്കെയാണെങ്കിലും എന്റെ മകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സേഫ് അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടില് എന്റെ മകളെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം എന്റെ ഭർത്താവിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ ഞങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാലേ നിങ്ങൾ കയറ്റുള്ളെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ മകളെ കൊണ്ടുവിടാം എന്ന് വരെ എത്തിയിട്ട് നമ്മുടെ വർഷയുടെ അമ്മ. കാരണം വേറൊന്നുമല്ല വർഷയുടെ അമ്മ അങ്ങനെ പറയാന്, മകളുടെ സേഫ് ഓർത്ത് പറഞ്ഞതാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ വർഷേനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, മോളെ നീ ഇങ്ങനെ നിൽക്കരുത്, നിന്റെ ഭർത്താവ്, നിന്റെ വീട് തന്നെയാണ് നിന്റെ വീട്, പിന്നെ പ്രത്യേകിച്ച് നീ ഇപ്പൊ ഇവിടെ സേഫ് അല്ല, നിന്നെ സംരക്ഷിക്കാൻ കുറച്ച് പേര് വേണം, നിനക്കൊരു സംരക്ഷണ വലയം തന്നെ വേണം. അതിന് നീ അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. നിനക്ക് അവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാന്ന് പറയുമ്പോ അതിന്റെ ഒന്നും കാര്യമില്ലമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വർഷ കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷയുടെ അമ്മേനെ അങ്ങോട്ട് അത്രയ്ക്ക് സുഖിക്കുന്നുമില്ല, പക്ഷെ സുഖിപ്പിക്കാതിരിക്കാൻ പറ്റത്തുമില്ലാത്തൊരവസ്ഥ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി കെട്ടി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ചോറൊക്കെ ആയിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ സച്ചിയുടെ അടുത്തേക്ക് ചോറൊക്കെ ആയിട്ട് ചെല്ലുന്നു. അങ്ങനെ സച്ചിയോട് പറയുന്നു, ഇന്ന് നല്ല മീൻകറിയാണ് വെച്ചത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫുഡുമായിട്ട് വന്നത്, എല്ലാവരും കൂടി ഇരിക്കും ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിക്ക് വല്ലാത്ത സന്തോഷമായിട്ട് പോയിട്ടോ. അതുമല്ല രേവതി ഇപ്പം ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് സച്ചിക്ക് രേവതിയോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതലുണ്ടേ. ഏതായാലും ഭക്ഷണമൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അതെ നമുക്കൊരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോണ രേവതി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു, അത് യുവമാർക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർക്ക് കൊടുത്തു. കൂട്ടുകാരന്മാർക്ക് സ്വർഗം കിട്ടിയ പോലെ, രേവതി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, പിന്നെ പറയാനുണ്ടോ, അടിപൊളി ടേസ്റ്റും അല്ലേ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിനെയും കൂട്ടി സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ സച്ചിയേട്ടാ പോകുന്നു ഒന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ പറയാം, നീ ഒരു ദിവസം എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി എന്നെ എടുത്തോണ്ട് കയറ്റി കൊണ്ടുപോയില്ലേ, അതുപോലെ ഒന്നുമില്ല, ആ ഒരു വലിയ സർപ്രൈസ് പോലെയൊന്നും അല്ല. ഏതായാലും ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞ് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് കൊണ്ടു ചെന്ന് നിർത്തുന്നത്. നമ്മുടെ രേവതിയുടെ അമ്മയും രേവതിയുടെ അനിയത്തിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു, ഇതാണോ സർപ്രൈസ് എന്ന് പറഞ്ഞത്? ഇത് വലിയൊരു സർപ്രൈസ് ആന്ന് പറഞ്ഞു. അങ്ങനെ രേവതിനെ കണ്ടതും രേവതിയുടെ അമ്മ അനിയത്തി ഓടി വന്നിട്ട്, അയ്യോ മോള് വന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും, അല്ല നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ വരുന്ന കാര്യം നേരത്തെ അറിയാമെന്ന് ചോദിച്ചപ്പോ അതെ സച്ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന്
നമ്മുടെ ദേവ് പറയുകയും ചെയ്തു. ഓഹോ, അപ്പൊ എല്ലാവരും കൂടെ ഒത്തു കളിക്കണം അല്ലേ? അല്ലെ, എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, അതേ മോളെ, ബാ അമ്പലത്തിനകത്തേക്ക് പോകാം. പിന്നെ മോളുടെ ആ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു ഞങ്ങള്. ഏതായാലും ആ കട്ട എടുത്ത് അപ്പൊ എറിയാൻ തോന്നിയത് കൊണ്ട് ശ്രീകാന്തിന്റെ പെണ്ണിന്റെ ജീവിതവും ഒക്കെ രക്ഷപ്പെട്ടല്ലോ. ഏതായാലും എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. സത്യമായിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും ഞെട്ടിയിരിക്കുക നിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടെന്നൊക്കെ പറയാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അമ്പലത്തിനകത്തേക്ക് സച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ദൃഷ്ടിദോഷം തടയാൻ വേണ്ടി എന്തോ ഒരു ചെറിയ പൂജ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ രേവതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടുത്തെ ശാന്തിമാരൊക്കെ രേവതിനെ കണ്ടത് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഈ ഒരു എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഒരു വീഡിയോനെ കുറിച്ചൊക്കെ ഇങ്ങനെ ശാന്തി ചോദിക്കുകയും അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്. സച്ചിയുടെ ഭാഗ്യം തന്നെയാണ് രേവതി, ഇവള് കയറി ചെല്ലുന്ന അവിടെ നിലവിളക്ക് പോലെ വിളങ്ങും, ഇവള് മഹാലക്ഷ്മിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് കണ്ണുദോഷം കിട്ടാനേ, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനത്തെ പൂജ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവു ലക്ഷ്മി പറയുന്നുണ്ട്, മോക്ക് കണ്ണുദോഷം നന്നായിട്ട് കിട്ടും, എല്ലാവരും മോളെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ, അതുകൊണ്ട് ഏതായാലും ദേവിയുടെ മുമ്പിൽ വന്ന് ഈ ഒരു പൂജ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ സച്ചി രേവതി അമ്പലത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് പൂജയൊക്കെ ചെയ്യാണ്. അപ്പൊ ഈ ഒരു സീനോടൊക്കെ കൂടിയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ്. ഇനി ഓരോ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്, മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എന്നും രാവിലെ കറക്റ്റ് 6:53 ആകുമ്പോൾ നമ്മുടെ കഥ ഇടുന്നതായിരിക്കും. അതിന്റെ പുറകെ നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥ 7:30 ആകുമ്പോൾ ഫുൾ വിശേഷവും രാവിലെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇന്ന് വൈകിട്ട് 9:30 ആകുമ്പോൾ നമ്മുടെ നയനുടെയും ആദർശിന്റെയും പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ, നല്ലൊരു നാളെ ആകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.